നിലാവെളിച്ചത്തിൽ അയാൾ ഒരു ബട്ടർ കപ്പ് എടുത്ത് അവളുടെ താടിയിലേക്ക് ഉയർത്തി. വെണ്ണ ഇഷ്ടമാണോ? അയാൾ ചോദിച്ചു. വെണ്ണ? അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു. അവ വെണ്ണയായി ഉണ്ടാക്കിയതല്ല, അവ രാജ്ഞിയുടെ കിരീടങ്ങളായി നിർമ്മിക്കപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ അവൾക്ക് പുതിയൊരെണ്ണം കിട്ടും. ഞാൻ നിനക്കൊരു കിരീടം ഉണ്ടാക്കി തരാം, അയാൾ പറഞ്ഞു. ഇന്ന് രാത്രി നീ അത് ധരിക്കണം. പക്ഷേ എൻ്റെ സിംഹാസനം എവിടെയായിരിക്കും? അവൾ ചോദിച്ചു. അത് ധാന്യപ്പാടത്തിനടുത്തുള്ള സ്റ്റെയിലിൻ്റെ മധ്യപടിയിലായിരിക്കും. അങ്ങനെ ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഞാൻ കാണാൻ പുറപ്പെട്ടു. അവൻ ഒരു ചുവന്ന ജാക്കറ്റും തൂവലുള്ള തൊപ്പിയും ധരിച്ചിരുന്നു. അവളുടെ തലയ്ക്ക് ചുറ്റും വെണ്ണ കപ്പുകളുടെ ഒരു റീത്തുണ്ടായിരുന്നു. അതൊരു കിരീടം പോലെ ആയിരുന്നില്ല. റീത്തിന്റെ ഒരു വശത്ത് ചില ഡെയ്സികളും മറുവശത്ത് ഒരു ചെറിയ കൂട്ടം ബ്ലാക്ക്ബെറി ബ്ലോസമും ഉണ്ടായിരുന്നു. നിലാവെളിച്ചത്തിൽ വന്ന് നൃത്തം ചെയ്യുക, അയാൾ പറഞ്ഞു. അപ്പോൾ അവൾ ആ വടിക്ക് മുകളിലൂടെ കയറി ധാന്യത്തോട്ടത്തിൽ തൻ്റെ 2 കൈകളും അയാൾക്ക് നേരെ നീട്ടി വന്നു. അവൻ അവരെ തൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് അവർ നടപ്പാതയിലുടനീളം ചുറ്റും നൃത്തം ചെയ്തു. ഗോതമ്പ് ഇരുവശത്തും ബുദ്ധിപൂർവം തലയാട്ടി. പോപ്പികൾ ഉണർന്ന് ആശ്ചര്യപ്പെട്ടു. അവർ ധാന്യത്തോട്ടത്തിലൂടെ ദൂരെ പരന്നു കിടക്കുന്ന വിശാലമായ പച്ചപ്പുല്ലുകളിലേക്ക് നീങ്ങി. അയാൾ സന്തോഷത്തിനായി അലറി വിളിച്ചു. അവൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചു. ശബ്ദം മരത്തിന്റെ അറ്റത്തേക്ക് നീങ്ങി. ത്രൂഷുകൾ വസന്തത്തെക്കുറിച്ച് കേൾക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു. ചുവന്ന ജാക്കറ്റ് ധരിച്ച അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാട്ടുപൂക്കൾ ഓരോന്നായി അവളുടെ റീത്തിൽ നിന്ന് വീണു. നിലാവെളിച്ചത്തിൽ ധാന്യത്തോട്ടത്തിലൂടെ നൃത്തം ചെയ്യുന്നതുവരെ, പച്ചപ്പുൽമേടുകൾ കടക്കുന്നതുവരെ അതിനപ്പുറത്തെ മൂടൽ മഞ്ഞിൽ മറഞ്ഞിരുന്നു. അത്രമാത്രമേ എനിക്കറിയൂ. പക്ഷേ ദൂരെ എവിടെയോ ചന്ദ്രൻ തിളങ്ങുന്നിടത്ത് അവനും അവളും ചുവന്ന ജാക്കറ്റ് ധരിച്ച് ഒരു ധാന്യപ്പാടത്ത് നൃത്തം ചെയ്യുന്നു. അവളുടെ തലമുടിയിൽ നിന്ന് കാട്ടുപൂക്കൾ വീഴുന്നു.